എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും രേണുസുധിയുടെ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര റിലവൻ്റ് ആയിട്ടൊരു സാധനമൊന്നുമല്ല. എൻ്റെ കുറേ സംശയങ്ങളും എനിക്ക് വന്നൊരു കമൻറ്റും ഇപ്പോൾ വെളുപ്പിക്കാൻ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ഞെക്കുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. 95% ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞപ്പോഴത്തേനും കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. രേണുസുധിയുടെ ഒരു വിഷയം ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രേണുസുധിക്ക് എതിരെ ഒരാളുടെ വോയിസ് മെസ്സേജ് ഷെഫീന ബീബി എന്ന് പറയുന്ന ചാനൽ വരികയും അതിനകത്ത് രേണു ദുബായിലേക്ക് പോകുന്നത് സ്വർണം കടത്താൻ വേണ്ടിയിട്ടാണെന്നും അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ടുള്ള കുൽസിത പരിപാടിക്കുവാണെന്നൊക്കെ ഉള്ളൊരു വോയിസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് വന്നൊരു കമൻറ്റ് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ബ്രോ, എൻ്റെ ചില സംശയങ്ങൾ പറയാം. ഒന്ന്, രേണു ഒരിക്കൽ പറഞ്ഞു എനിക്ക് ദുബായിൽ കോടീശ്വരന്മാരായ സുഹൃത്തുക്കളുണ്ടെന്ന്. രേണു അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രേണുവിന് ഒത്തിരി കോടീശ്വരന്മാരായ സുഹൃത്തുക്കളുണ്ടെന്ന്. ഇത് പുറത്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ ഒരു സാധനം രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2, നമ്മൾ ആരെങ്കിലും രേണുവിനെ വിമർശിച്ചാൽ നമ്മളെ തെറി വിളിക്കുന്നത് ഗൾഫിൽ നിന്നുള്ള ആൾക്കാരാണ്. ഓക്കെ. 3, രേണു വന്നപ്പോൾ കൊലുസുണ്ടായിരുന്നു, ദുബായിലെ ഫ്രണ്ട് തന്നതെന്ന് പറഞ്ഞു, പക്ഷേ കൊലുസിപ്പോൾ ഇല്ല. 4, 2 പെട്ടി കൊണ്ടുപോയി, പക്ഷെ തിരിച്ചു വന്നപ്പോൾ 1 പെട്ടിയേ ഉള്ളൂ, സംതിങ് റോങ്. ഇതാണ് പല ആൾക്കാർക്കും തോന്നിയിട്ടുള്ള കുറച്ച് സംശയങ്ങൾ എന്ന് പറയുന്നത്. ഈ സംശയത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ സാധനം, ഈ പറഞ്ഞ പോലെ രേണുവിൻ്റെ പെട്ടിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, രേണുവിൻ്റെ സ്വർണ്ണത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ രേണുവിനെതിരെ പൊതുവെ ഒരു അലിഗേഷൻ വരുമ്പോൾ ഇത്രയും നാൾ സംഭവിച്ചുകൊണ്ടിരുന്നത് എടി തെറുത്താത്തേ, എടി നിനക്ക് എന്ത് പറ്റുമെങ്കിൽ ചെയ്യടി, എടി സ്വർണ്ണം ഞാൻ കടത്തിയിട്ടില്ലടി, നീ തെളിയിക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനം വരുമായിരുന്നു. അങ്ങനൊരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഈ സാധനം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു ദിവസമാകുന്നു. ഇതുവരെ രേണുവിനെ വെളുപ്പിക്കുന്ന ടീമുകളൊന്നും ഇതിനെ ഒരു വെളുപ്പിലായിട്ട് കണ്ടിട്ടില്ല. ഈ രേണു സ്വർണം കടത്തുന്നു, രേണു അവിടെ പോകുന്നത് കുൽസിത പരിപാടിക്കാണെന്നുള്ള സാധനത്തിനെ വെളുപ്പിച്ചുകൊണ്ടൊരു വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ സച്ചീന, ശ്രീതു ചാനലുകളെല്ലാം നോക്കി, രേണുവിൻ്റെ സ്റ്റോറീസ് എല്ലാം നോക്കി, ഇതിലൊന്നും വന്നിട്ടില്ല. രേണുവിൻ്റെ സ്റ്റോറിയിൽ കാണാൻ സാധിച്ച മറ്റൊരു സാധനമാണ്, അതിലേക്ക് നമുക്ക് വരാം. സോ ഇതിനെതിരെ ഇവരാരും ഒന്നും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ വെളുപ്പിക്കാനായിട്ട് പല സാധനങ്ങളും വരേണ്ടതാണ്. ഇനി രേണുവിൻ്റെ ഒരു സ്റ്റോറി ഷെഫീന ബീവി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മിസ് യു എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഷെയ്ക്കിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് രേണു ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിനെന്താണ് ഈ മിസ് യു ഒരു ഹൃദയമൊക്കെ എന്ന് മനസ്സിലായിട്ടില്ല. ഇതൊന്നെങ്കിൽ വൈറലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടതായിരിക്കും, എന്തൊരു പുല്ലെങ്കിലും ആട്ടെ. നമ്മുടെ മറ്റൊരു പ്രശ്നം, സബ്സ്ക്രിപ്ഷനകത്ത് രേണു മീൻസ് വസ്ത്രമൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടുന്നു എന്നുള്ളതാണ്. അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. രേണു അത്യാവശ്യം വസ്ത്രമൊക്കെ ഉടുത്തിട്ടുള്ള തുണികളും ഒക്കെ മണികളും ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇനി അതെല്ലാം നിൽക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, രേണു സുധിയായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. റിയാക്ഷൻ ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്, മറ്റാളുകൾ ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷേ രേണു സുധിയോ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ശിങ്കിടികളോ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഷെഫീന ബിയുടെ ചാനലിൽ വന്ന സാധനത്തിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അപ്പം നമുക്ക് പറയാം ഷെഫീനയുടെ എന്തിനാ അവൾ പ്രതികരിക്കണം? അല്ല, ഷെഫീന ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും രേണു പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം രേണുവിൻ്റെ സ്റ്റോറി ഞാൻ പരിശോധിച്ചപ്പോഴത്തേനും 2 മാസങ്ങൾക്ക് മുമ്പ് വന്നൊരു സാധനം രേണു സ്റ്റോറി ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഈ 2 മാസങ്ങൾക്ക് മുമ്പ് ജാൻമണി ദാസ്, ബിഗ് ബോസിലുള്ള ജാൻമണി ദാസ് ശാരിക കെബിക്ക് ഇൻ്റർവ്യൂ കൊടുത്തു. ഈ ശാരിക കെബിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ശകലം കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഇപ്പോൾ ഇട്ടു. എവിടെ? 2 മാസം മുമ്പ് ചെയ്ത സാധനം ഇട്ടു. അതാണ് രേണു എടുത്ത് സ്റ്റോറി ഇട്ടിട്ടുള്ള ഒരു സാധനം. നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം ഒന്ന് കേട്ടുള്ള. ഫോർ എക്സാമ്പിൾ രേണുസുധി, അവരെ ഏറ്റവും കൂടുതൽ, അതായത് ഈ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയും തെറിവിളി കേട്ടൊരു സ്ത്രീ ചിലപ്പോ സോഫാർ കാണത്തില്ല. സോഫാർ അവരുടെ തോന്നിവാസം കൊണ്ടിട്ടാണ് അവരത് കേട്ടിരിക്കുന്നത്. ചുമ്മാ സോഷ്യൽ മീഡിയ കൂടെ പോകുന്നൊരു സ്ത്രീയെ ഇവിടെ ആരും ചീത്ത വിളിക്കത്തില്ല. അവർ ഇത്രയധികം പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുകയും നാട്ടുകാരെ വെറുപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ചീത്തവിളി കേട്ടത്. എന്തുകൊണ്ടാണ് അവർക്ക് ചീത്തവിളി കേൾക്കുന്നത് എന്നുള്ള സാധനം നിങ്ങൾ എന്താ പറയത്തെ? ഏറ്റവും കൂടുതൽ ചീത്തവിളി കേട്ടിട്ടുള്ള സ്ത്രീ അവരാണ്, അവരും ജാസിയുമാണ്. അതിന് നമുക്ക് യാതൊരു തർക്കവും, നമ്മൾ എതിർക്കുന്നില്ല. എന്തുകൊണ്ട് അവർക്ക് ചീത്തവിളി കേട്ടു എന്നുള്ളതും കൂടെ പറയണം. അവരുടെ സൈഡിൽ നിന്നുള്ള പ്രവർത്തികൾക്കാണ് അവർക്ക് ചീത്തവിളി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതവർ നേരെയാക്കി കഴിഞ്ഞ് ഈ ചീത്തവിളി തീരാന്നുള്ളതേ ഉള്ളൂ. ശാരീരിക്കും കേൾക്കും, ശാരീരിക പ്രകടനങ്ങൾക്ക് ശാരീരിക്കും കേൾക്കും. ഇത്രയും അവർ മരിക്കാതെ ഒരു ഫൈറ്റ് ചെയ്ത് ഒരു പോരാടി. അവരുടെ ഹസ്ബൻഡ് മരിച്ചു, അവര് പോരാടി, അവരാറാടി, അവരഴിഞ്ഞാടി, അതായിരിക്കും കറക്റ്റ്. അവരതൊക്കെ ചെയ്തു, അവര് പോരാടി. പോരാളിയുടെ കാര്യം ബാക്കി പറ. ഫീൽഡിലേക്ക് ഇറങ്ങി അവർ ആൽബത്തിൽ അഭിനയിച്ചു. അതാണ് അവർ ചെയ്ത തെറ്റ്. അവർ തുണി അഴിച്ച് കാണിച്ചില്ല, അതുകൂടെ ചെയ്യണമായിരുന്നു. എന്തോ അവരെന്തരഴിച്ച് കാണിച്ചില്ലെന്നാ പറഞ്ഞേ? അവരതും അഴിച്ച് കാണിച്ചു. അതഴിച്ച് കാണിച്ചതിൻ്റെ കുറേ സാധനങ്ങളാണ് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനകത്ത് അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ രേണു പറഞ്ഞത്? സബ്സ്ക്രിപ്ഷനകത്ത് രേണു
അല്പസ്വല്പമായിട്ടുള്ള ശരീരഭാഗങ്ങൾ കാണിച്ചു. അപ്പോൾ 2 മാസം മുമ്പെടുത്തപ്പോൾ ഇവർ ന്യായീകരിച്ച സാധനം ഇതാണ്. ഏതാ? അവർ തുണി അഴിച്ച് കാണിക്കുന്നില്ലല്ലോ. 2 മാസങ്ങൾക്ക് ഇപ്പുറം ഈ ന്യായീകരിക്കുന്നവർ പറയുന്നത് രേണുവാണോ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നത്, എത്രയോ പേര് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു, ആദ്യത്തെ രേണുവല്ല. ഇങ്ങനെയാണ് ഇപ്പം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ന്യായീകരിക്കാൻ കുറേ അടിമകളുണ്ട്. ഏറ്റവും വലിയൊരു അടിമ വന്നിരിക്കുന്നു ശാരിക KB. ശാരിക KB രേണുവിനെ ഒപ്പോസ് ചെയ്ത് ആദ്യം വീഡിയോ ചെയ്ത് വൈറലായി ബിഗ് ബോസിൽ പോയി. അതിനുശേഷം രേണുവിനെ എങ്ങനെയൊക്കെ കൊണ്ട് കുഴിച്ചടിക്കാവോ അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ശാരിക. തിരിച്ചു വന്ന് ബിഗ് ബോസിന് തിരിച്ചു വന്ന് രേണു യാതൊരു തരത്തിലുള്ള വിവാദങ്ങളും കേൾപ്പിക്കാതെ നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേനും വന്ന് വീടിന്റെ വിവാദം വീണ്ടും വലിച്ചിട്ട് എയറിലാക്കിയ ആളാണ് ശാരിക. ഈ ശാരികയ്ക്ക് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേൾക്കാം. അതാണ് ഇവരുടെയൊക്കെ ആവശ്യം. Exactly. അവരത് ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ശരി എനിക്ക് എന്താ സിനിമ കിട്ടില്ലേ, എന്താ നമ്മുടെ സിനിമയെല്ലാം ഭയങ്കര കളങ്കരഹിതമാണോ? അല്ല, ബട്ട് അവർക്ക് താല്പര്യമില്ല. ശരി, എനിക്ക് ആൽബം ഇഷ്ടമാണ്. ഇതൊക്കെ കണ്ടാ മതി. ഇപ്പോഴും കളങ്കരഹിതമല്ലല്ലോ അല്ലേ? ഇപ്പോഴും വളരെ കളങ്കരഹിതമായി അവർ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന ഒരു ആശയത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. യാതൊരു തർക്കവും ഇല്ലല്ലോ. നിങ്ങൾ ശാരിക KB എന്ത് ചെയ്യണമെന്നറിയോ? ശാരിക KBയും ഈ ജാൻമണിദാസും കൂടെ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനകത്ത് കയറുമെന്ന് കാണണം. പൈസ കൊടുത്ത് കയറി കാണണമെന്നില്ല. അത്രയും പൈസ നിങ്ങൾ എന്തിനാ വെറുതെ കളയുന്നത്? യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, അതെടുത്തൊന്ന് കണ്ടാൽ മതി. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രേണുസുതി ഏത് തരത്തിലുള്ള വസ്ത്രധാരണമാണ് നൽകുന്നത്, ഏത് തരത്തിലാണ് തന്നെ ആൾക്കാർ മറ്റുള്ളവർ കാണണമെന്ന് അവർ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളതെന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നത്തെ ന്യായീകരണം ഇന്നിടുമ്പോൾ അതിനൊരു റിലവൻസി എങ്കിലും നിങ്ങൾ നോക്കണ്ടേ? അത് വാലിഡ് ആണോ നോക്കണ്ടേ? ചുമ്മാ രേണുവിനെ പോസിറ്റീവ് പറഞ്ഞൊരു സാധനം എടുത്ത് ചാമ്പിക്കോ. അന്നത്തെ കാലഘട്ടത്തിൽ അവർ മാന്യമായ വസ്ത്രധാരണത്തിലൂടെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. മറ്റേ കുറേ വീടിൻ്റെ വിവാദങ്ങളെ ഉള്ളായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അവർ ഈ പറയുന്ന നിങ്ങളാ പറയുന്ന ആ പ്രസ്ഥാനവും അവർ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ അന്തസ്സായിട്ട് അഭിനയിക്കുന്നു. കാണാത്തൊരു വെരി ഇൻഡിപെൻഡന്റ്, വെരി ബോൾഡ്. രേണു ചേച്ചിയുടെ ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ആ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ശ്രുതിച്ചിട്ട് മടിച്ചിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ അത്ര മണ്ടത്തിയാണ്. അതെനിക്കറിയായിരുന്നു. ഞാൻ അത്ര മണ്ടത്തിയാന്ന് എനിക്ക് അപ്പോഴും അറിയായിരുന്നു, എനിക്ക് ഇപ്പോഴും അറിയാം. ശ്രീചിത്ത വീട്ടിലെ ഉണ്ടല്ലേ, ശ്രീചിത്ത ഞാൻ എവിടെ എത്തിയെട്ടോ ഞാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് കുറെ ആൾക്കാർ മടിച്ചു പോകുന്ന ഓരോ ആളുടെ വേണ്ടി നിങ്ങൾ. സോ ഞാൻ അതിന് മുന്നേ സെറ്റം അറിയത്തില്ല. കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് ആളാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന സിനിമ പോലെ ഞാൻ ഹാളിൽ പോയിട്ട് കണ്ടിട്ടില്ല. ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലാണ്. അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്റെ. അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ജോലി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലാണ്. നമ്മളൊക്കെ ജോലി കഴിഞ്ഞാൽ നേരെ ബഹിരാകാശത്തേക്ക് അങ്ങ് പോകും. എന്നിട്ട് അടുത്ത ദിവസം ജോലിക്ക് അവിടെ നിന്ന് ഇങ്ങനെ മൗഗ്ലി വാലത്ത് വലിച്ച കയറി തൂങ്ങിച്ചാടുന്നവരെ തൂങ്ങിച്ചാടി വരും. എന്നിട്ട് സ്പൈഡർമാനെ പോലെ നെറ്റ് വിട്ടിട്ട് ചാടി വീഴും. നമ്മളെല്ലാവരും അത് തന്നെയല്ലേ ചെയ്യുന്നത്. ഒരാളെക്കുറിച്ച് അറിയാത്തത് ഒരിക്കലും ഒരു തെറ്റായിട്ട് ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ ഇന്റർവ്യൂ ബേസിക്കായിട്ട് ഹെലൻ ഹോസ്പാട്ടയായിട്ട് ജാൻമണി ദോസ് വള്ളി പിടിച്ചപ്പോഴുള്ള കേസാണ്. വെരി ഫുള്ള് മണ്ടത്തരമാണ് പറയുന്നത്. ഇങ്ങനെ മണ്ടത്തരം പറയുന്ന മനുഷ്യന്മാരുണ്ടോ? സോ ഞാൻ പുറത്തേക്ക് ലോകത്തിലെ കൂടെ എനിക്ക് കണക്ഷൻസ് ഭയങ്കര കുറവാണ്. സോ അത് കഴിഞ്ഞിട്ടും രേണുസുതി എന്നെ തെരുവ് വിളിക്കാൻ പറ്റുമല്ലേ? നീ എന്റെ മത്സ്യം പോകുന്ന ഭർത്താവ് നീ കളിയാക്കുന്ന പറഞ്ഞിട്ട് രേണു ചേച്ചി എനിക്ക് ഒരു അങ്ങനെ ഒരു കമന്റ് പോലെ അവള് എവിടെയോ പറഞ്ഞിട്ടില്ല. ഞാൻ പേടിച്ചു. ഒരു കമന്റ് പോലും പറയുകയും ചെയ്യരുത്, ഒരു കമന്റ് പോലും ടൈപ്പ് ചെയ്യുകയും ചെയ്യരുത്. രേണു ടൈപ്പ് ചെയ്യുന്ന ഒരു സെന്റൻസിനകത്ത് 162 മിസ്റ്റേക്കാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അവർ കമന്റ് ചെയ്തില്ലെങ്കിൽ, അവർ നിങ്ങളോട് മറ്റേ റിപ്ലൈ പറഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഭാഗ്യമെന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് അവരുടെ റിപ്ലൈ വേണോ? അവരുടെ അപരാധം കേൾക്കണോ? നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കൂ. നിങ്ങൾ അവരെ സഹായിച്ചാൽ മതി. വിത്തിൻ മന്ത്സ് നിങ്ങൾ തിരിഞ്ഞു കൊത്തിയിരിക്കും. ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ. ഞാൻ പറഞ്ഞ യൂ ചെയ്തത് ഇത് വൈൽഡായി. പക്ഷെ രേണു ചേച്ചി എൻ്റെ വീഡിയോയുടെ ട്രോള് മിമിക്രി ചെയ്ത് എന്താ പറയും, അത് നമുക്ക് ഒരു നല്ല വോയിസ് ചെയ്തിട്ട് നമ്മൾ മിമിക്രി ചെയ്ത് അത് കണ്ടിട്ട് തന്നെ ഹാപ്പിയായി. ഞാൻ പറഞ്ഞ ആൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ആൾ. സോ ദാറ്റ് ഇസ് നോ എൻഡ് ഓഫ് ദ മൊമെന്റ്. ആർട്ടിസ്റ്റ് അറൗണ്ട് നമുക്ക് ഇപ്പം ഞാൻ കുറെ പേര് വിളിച്ചു, കുറെ ചീത്ത പറഞ്ഞു, കുറെ ഓരോ ആൾക്ക് കേൾക്കാൻ പറ്റില്ല പോലെ ഞാൻ ബിഹേവ് ചെയ്ത് കൊടുത്തത്. പക്ഷെ ആൾക്ക് നമ്മൾ തിരിച്ചു നോക്കണ്ടേ? തിരിച്ചു നോക്കണ്ടയോ? ഇവരെന്തൊരു തേങ്ങാക്കൊലയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും രേണുവിനെ ന്യായീകരിച്ചെന്തോ പറയുന്നേ. രേണുവിൻ്റെ ഈ ന്യായീകരിക്കലിൻ്റെ സാധനം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം അതിലേക്ക്. ഒരാൾക്ക് പറഞ്ഞു ആളുടെ മൊത്തം ഫാമിലി, മൊത്തം അച്ഛൻ അമ്മ എല്ലാം വലിച്ച്. ദാറ്റ് ഈസ് വെരി ചീപ്പ് ഐ തിങ്ക്. അച്ഛൻ അമ്മയെല്ലാം വലിച്ചു കീറി. ദാറ്റ് ഈസ് വെരി ബാഡ്. ദാറ്റ് ഈസ് വെരി വെരി പതറ്റിക്. അങ്ങനെ നമ്മൾ ഒരാളുടെ വീട്ടിലിരിക്കുന്നവരെ മോശമായിട്ട് അസഭ്യം പറയാൻ പാടില്ല എന്നാണ് ജന്മണിദാസ് പറയുന്നത്. ഇതേ അഭിപ്രായത്തോട് ശാരിക KB യോജിക്കുന്നുണ്ട്. അപ്പോൾ യോജിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയുന്നത്, ഈ ഒരു ഇൻ്റർവ്യൂ വന്നത് ഹെലൻ ഹോസ്പാട്ടയും ജാൻമണിദാസും തമ്മിൽ വള്ളി പിടിച്ചിട്ടുള്ള സാധനമാണ്. അന്നേരം ഈ ഹെലൻ്റെ വീട്ടുകാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, ബന്ധുക്കാരെ അവരുടെ വീട്ടിൽ കൂടെ നടന്നുപോയ ഉറുമ്പിനെ വരെ ഇവർ കുറ്റം പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇവർ പറയുന്നത് അതൊന്നും പറയാം, അത് ചീപ്പെന്നല്ല. അതിന് നമ്മുടെ സംസ്കാരം, ഈ ഇന്റർവ്യൂവിന്റെ സംസ്കാരം അത് അനുവദിക്കാം. നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ശാരികയുടെ ഇന്റർവ്യൂവിന്റെ സംസ്കാരം പറ. അമ്മ അച്ഛനെ വിളിച്ചിട്ട്
that is no, you have also your family. No, നമ്മളെ പോയിട്ട് അങ്ങനെ നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഈ രേണുസുതിക്ക് അച്ഛനും അമ്മയുണ്ട്, മക്കളുണ്ട്. അവരെന്നിട്ടും ഇതെല്ലാം കേട്ടോണ്ട് അവരിന്നിപ്പോ ബഹറിലാണ്, ബഹറിൽ വർക്ക് ചെയ്യുവാണ്. വേറെ ആർക്കും അച്ഛനും അമ്മയൊന്നുമില്ല, മക്കളൊന്നുമില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത്, ഈ ലോകത്തിൽ രേണുസുതിക്ക് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും മക്കളും ഒക്കെ. ഈ മക്കളുടെയും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ വിട്, മക്കളുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മക്കളുടെ ഭാവിയിലെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ഈ രേണുസുതിയുടെ ഈ മറ്റേ സബ്സ്ക്രിപ്ഷനകത്ത് വരുന്ന സാധനങ്ങൾ തുണ്ടുപടത്തിൽ വരുന്നത് പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും ആ രീതിയിലാണ് അതിനെ പോർട്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഭാവിയിൽ നമ്മളിപ്പോൾ തന്നെ നോക്കിക്കോ, നിങ്ങൾ ഇന്ന് സർക്കുലേറ്റ് ആകുന്ന ഒരുപാട് നീലച്ചിത്രങ്ങളുടെ എല്ലാം വിട്. നമുക്കൊക്കെ അറിയാവുന്ന എക്സാമ്പിളിലേക്ക് ഞാൻ വരാം. നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള പഴയ സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന അവരുണ്ടല്ലോ, ഷക്കീല, അവരെ ഇപ്പോഴും ലോകം അല്ലെങ്കിൽ മലയാളികൾ എങ്ങനെയാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഫ്യൂച്ചറിൽ അതേപോലെ തന്നെ രേണുവിൻ്റെ പലതരത്തിലുള്ള ക്ലിപ്പിംഗ്, അല്ലെങ്കിൽ രേണുവിനെ പോലെ പല ആളുകളും മറ്റേ ഏതോ പർപ്പിളിൻ്റെ രംഗങ്ങൾ, അല്ലെങ്കിൽ മറ്റേ എന്തോ പേരെല്ലാം ഞാൻ പറഞ്ഞു, തുമ്പിയുടെ രംഗങ്ങൾ, ഇതെല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് ഇപ്പുറവും ഈ സാധനം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. എന്നെങ്കിലും ഒരു കാലത്ത് ഇവരുടെ മകനോ ഇവരുടെ കൊച്ചുമക്കളോ ഒക്കെ ഇത് കാണുമ്പോഴത്തേനും എൻ്റെ അമ്മമ്മയുടെ ഭൂപ്പറ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം. അത് നമുക്ക് വീണ്ടും മറ്റേ സ്വർണത്തിലേക്ക് പോവാട്ടോ. 3-4 ബഹറിൻ, എനിക്ക് തോന്നുന്നു അനിമോൾക്ക് പോലും കിട്ടിയിട്ടില്ല അത്രയും ഷോസ് ആഫ്റ്റർ ബിഗ് ബോസ് രേണുസുതിക്ക് കിട്ടി. അതാ ബിഗ് ബോസ് പട്ടം കൊണ്ടല്ല, ബിക്കോസ് ഓഫ് ഹാർഡ് വർക്ക്. നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ജാനുവിന്റെ ഹാർഡ് വർക്ക് ആണ്, അല്ലാതെ ബിഗ് ബോസ് പദവി തന്നതല്ല. ബിഗ് ബോസ് ഇവരൊരു ഇന്റർവ്യൂ നടത്തി വന്നിട്ട് അതിനകത്ത് മെജോറിറ്റി സാധനം ഇവർ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് സംസാരിക്കാൻ പോലും ഒരു അവസരം പോലും കൊടുക്കാറില്ല നമ്മുടെ ഷാരിയ കെബി. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. രേണു ബഹ്റൈനിലേക്ക് പോയി, അല്ലെങ്കിൽ റാസൽ ഖൈമയിലേക്ക് പോയി, അല്ലെങ്കിൽ ദുബായിലേക്ക് പോയി, അങ്ങനെ വിദേശ നാടുകളിലൊക്കെ രേണു പോന്നു. രേണു ഇപ്പോൾ റാസൽ ഖൈമയിലേക്ക് പോയത് ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് രേണു പോയത്. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് രേണു 14 ദിവസത്തോളം അവിടെ തങ്ങി പ്രൊമോഷനൊക്കെ നടത്തിയതിന് ശേഷമാണ് രേണു തിരിച്ചു വന്നത്. കുറച്ച് സംശയങ്ങൾ. ഒന്ന്, രേണു ഇവിടുന്ന് പ്രൊമോഷന് വേണ്ടി പോയി, രേണു അവിടെ ചെന്നു, ഇനോഗ്രേഷൻ ചെയ്തു, പ്രൊമോഷൻ നടത്തി. ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ച് നമ്മൾ കണ്ടത്, ഈ പറഞ്ഞ പോലെ ചെമ്പരത്തിയുടെ പേജിലാണെങ്കിലും രേണു കൊളാബിട്ടതാണെങ്കിലും എല്ലാം നമ്മൾ കണ്ടത് ഒരു 5-6 റീലുകൾ മാത്രമാണ്. സദ്യ കഴിക്കുന്നു, അതേപോലെ അവിടെ കിടന്ന് ജുക്കു 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 എന്ന് പറഞ്ഞ ഡാൻസ് കളിക്കുന്നു. ഇങ്ങനെ ഒരു 4, 5, 6 റീലുകൾ മാത്രമാണ് നമ്മൾ കണ്ടത്. 14ഓളം ദിവസം പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊരു പ്രൊമോഷനാണ് അവർ ചെയ്തതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. രേണുവിനെ കണ്ടിട്ട് വിദേശത്ത് ഒരു ബാറിൽ ആൾക്കാർ ഇടിച്ചു കുത്തി കയറത്തക്ക മാർക്കറ്റ് വാല്യൂ പുള്ളിക്കാരിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കുക, എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പുള്ളിക്കാരിയെ കാണാൻ വേണ്ടി ഒരു ബാറിലേക്ക് അത്ര ആൾ വരുമെന്ന്. പിന്നെ ഈ പറയുന്ന വിദേശ നാടുകളിലെ ബാറുകൾക്ക് ഇങ്ങനൊരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല. ഈ രേണുവിനെ പോലെ ഒരാൾ നിന്ന് 14 ദിവസം നിന്ന് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം. ഇനി വേറൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, പുള്ളിക്കാരി അവിടെ പോയി അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോഴത്തേനും ഇവിടുന്ന് 2 പെട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ഒരു പെട്ടിയെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, മറ്റേ പെട്ടിക്ക് പൈസ കൊടുക്കത്തില്ലെന്ന്. നമ്മളൊക്കെ പ്ലെയിനിൽ കയറുന്നവരാണ്, പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് എത്ര പെട്ടി വേണമെങ്കിലും കൊണ്ടുവരാം. ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുമ്പോഴത്തേനും 5 പവനോളമാണ് എൻ്റെ അറിവ് പ്രകാരം എയർപോർട്ടിൽ കൂടെ നമുക്ക് ശരീരത്തിൽ ധരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. അല്ലാത്ത സാധനങ്ങൾക്ക് എന്തോ ബില്ലൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ തോന്നും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കൊലുസും കുന്തവും കുടച്ചക്രവും ഒക്കെ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം ഈ സ്വർണ്ണങ്ങളൊന്നും കാണുന്നില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോഴത്തേനും രേണു ഭയങ്കരമായിട്ട് വന്ന് വിമർശിക്കേണ്ടതാണ്. എടി തെറി താത്തേ, സ്വർണം കടത്തിയ നീ തെളിയിക്കടി, നിനക്ക് പറ്റുമെങ്കിൽ നീ തെളിയിക്കടി എന്നൊക്കെ ഒരു സാധനം വരേണ്ടതാണ്. ഞാൻ ഇത്രയും നേരം ആ സാധനം നോക്കിയിരുന്നു, അങ്ങനൊരു സാധനം രേണുവിൻ്റെ സൈഡിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. രേണുവിനെ വെളുപ്പിക്കാൻ നടക്കുന്ന ശിങ്കിടികളുടെ ഭാഗത്തു നിന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതിന് പകരം സംഭവിക്കുന്നത് രേണുവിൻ്റെ നേരത്തെ ക്ലിപ്പുകൾ ഈ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. RJ ലച്ചു വരുന്നു, ചോദ്യം ചെയ്യുന്നു, ഞാൻ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് രേണു സംസാരിക്കുന്നു. അതായത് എവിടെ വോട്ട് ചെയ്യാൻ പോയ സമയത്തെ വീഡിയോസാണ് നിരന്തരമായിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഷാരിക അപ്പുറത്തുനിന്ന് രേണുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള സാമാനം കയറ്റി വിടുന്നത്. ഷാരിക ആണെങ്കിൽ രേണുവിൻ്റെ അടിമയെ പോലെയാണ്. രേണു എന്ത് ചെയ്താലും വെളുപ്പിക്കുക, രേണുവിന് എന്തോ വില കൊടുത്തും വെളുപ്പിക്കുക എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകളാണ്. യാതൊരു തെറ്റുമില്ലടെ, നമ്മൾ കറപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വെളുപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രേണു ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷനായിട്ട് എത്രയും പെട്ടെന്ന് രംഗത്ത് വരിക. ഈ പറയുന്ന സ്വർണ്ണക്കടത്തും അതേപോലെ തന്നെ ഈ പറയുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഒക്കെ രേണുവിൻ്റെ പേരിൽ തെളിയുകയാണെങ്കിൽ രേണു പണി കിട്ടും. ഒന്നും പേടിക്കാനില്ല, പണി കിട്ടും. നാട്ടുകാരെയൊക്കെ ഓടി നടന്ന് പ്രൊവോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണമായിരുന്നു. രേണു സബ്സ്ക്രിപ്ഷനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പുറത്തു വിട്ടിട്ടില്ലേ, ഞാൻ അമ്മാര് സാധനങ്ങൾ പുറത്തു വിടുന്ന പരിപാടി നിർത്തിയായി, ഇനി എൻ്റെ പടലിൽ കൊണ്ടുകൊണ്ട് വെക്കല്ലേ.
രേണു ഈ ഒരു മാല ഇട്ടിട്ട്, സ്വർണ്ണം അല്ലാതെ ഒരു മാല ഇട്ടിട്ട് പെണ്ണായാൽ പൊന്ന് വേണം, പൊന്നിൻ കുടമാല വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് ഒരു സാധനം ചെയ്തതെന്ന് മനസ്സിലായില്ല. അതിൻ്റെ ഒരു നോർമൽ ഫോട്ടോ രേണുൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ കിടപ്പുണ്ട്. വലിയ ഇങ്ങനത്തെ ഒരു മാലയൊക്കെ ഇട്ടിട്ട് സബ്സ്ക്രിപ്ഷനകത്ത് ഈ സ്വർണ്ണം ഇട്ടിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പല ആൾക്കാരായിട്ട് രേണു പ്രൊവോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് രേണുവിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒന്നും പേടിക്കാനില്ല കുഞ്ഞെ, ഇതിനകത്ത് എത്രയും പെട്ടെന്ന് പ്രതികരണമായിട്ട് വരിക, അല്ലെങ്കിൽ നമ്മളതങ്ങ് ഉറപ്പിക്കും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ പറ്റും. വരാം.